ഹായ് എവരിവൺ. രാഹുലിനെതിരെ കേസ് വരുമ്പോൾ, രാഹുലിനെതിരെ ഇല്ലാത്ത പരാതി വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, CPM-ൻ്റെയും BJP-യുടെയും വലിയൊരു ഗൂഢാലോചന എന്ന്. 2026 എലക്ഷൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ രാഹുൽ മങ്കൂളത്തിനെ ഇല്ലാതാക്കണം. ഇവരിൽ ഒരാളെ തീർക്കാൻ വേണ്ടി CPM-ഉം BJP-യും കളിച്ച നാടകമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ. പൊന്നുപ്രേക്ഷകരെ, ഇന്ന് കോടതിക്ക് എല്ലാം മനസ്സിലായി. ഈ കേസിൽ ഒരു തുമ്പുമില്ല. രാഹുൽ മങ്കൂളത്തിനെ പെടുത്താൻ വേണ്ടി യുവന്മാർ ഉണ്ടാക്കിയ തിരക്കഥ എന്ന് കോടതിക്ക് ഇന്ന് മനസ്സിലായതിന്റെ കാരണത്തിലാണ് കോടതി ഇന്ന് രാഹുൽ മങ്കൂളത്തിനെ ജാമ്യം കൊടുത്തത്. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, നമുക്കിന്ന് ശക്തമായ മറുപടി കൊടുക്കാനുണ്ട്. ഒന്ന് ഗണേഷ് കുമാർ നമ്മുടെ രാഹുൽ മങ്കൂളത്തിനെ കളിയാക്കിച്ചിരിക്കുകയാണ്. അവനുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കാം. ആദ്യം റിപ്പോർട്ടർ ചാനൽ ഇന്ന് കരഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുകയാണ്. അവർക്കുള്ള മറുപടി നമുക്ക് ആദ്യം കൊടുക്കാം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ലൈംഗികാരോപണ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഓ ആണോ? നീ എന്തിനു കരയുന്നത് സ്മൃതി? എന്തിനാണ് കരയുന്നത്? രാഹുൽ മങ്കൂടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്താൽ നീ എന്തിനു കരയുന്നത് സ്മൃതി? രാഹുൽ മങ്കൂടത്തിന്റെ സൈഡിൽ തെറ്റില്ല, നിങ്ങളൊക്കെ ചേർന്ന് പ്രതിയാക്കിയതെന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം കൊടുത്തത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. സ്മൃതി, അതീവ ഗൗരവമുള്ള ഒരു പീഡന പരാതി തന്നെയാണ് ആ പെൺകുട്ടിയുടേത്. ആണോടാ? അതീവ ഗൗരവമുള്ളതാണോ? അതുകൊണ്ടല്ലേ ജാമ്യം കിട്ടിയത്? പോയി പാണി നോക്കടാ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ പീഡനം നടന്നുവെന്ന്, കുറ്റകൃത്യം നടന്നുവെന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായതിന് പിന്നാലെയാണ് ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഏത് പെൺകുട്ടി എപ്പോ മൊഴി രേഖപ്പെടുത്തി? അന്വേഷണ സംഘത്തിനല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്ക്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ വേണ്ട, ആ പെൺകുട്ടിയുടെ ഒന്നും വേണ്ട. നിങ്ങൾ ഈ പറയുന്ന തെളിവെടുക്കാൻ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ക്ലിപ്പ്, ഈ പറയുന്ന ഫേസും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണിച്ചു കൊടുക്ക്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഒരു പെണ്ണിന്റെ മൊഴി എടുത്തിട്ടില്ല, അങ്ങനെ ഒരു പെണ്ണില്ല. ഇത്രയും വലിയൊരു വാർത്തയായത് കൊണ്ട് പോലീസ് പച്ചക്കളവ് പറയുന്നതായിട്ടാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട തെളിവുകൾ ആ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓ ആണോ? പ്രധാന തെളിവ് ഒരു കാര്യം പറയാണ്. ഇത് കാണുന്ന മലയാളി പ്രേക്ഷകരെ, ഞാനൊരു പെണ്ണിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, അതിനുശേഷം എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു, ഞാൻ കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുന്നു. ഞാൻ പീഡിപ്പിച്ചു എന്ന് കോടതിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ എൻ്റെ മുൻകൂർ ജാമ്യം കോടതി തടയോ? ഇല്ല, അവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യൂ, അങ്ങനെയല്ലേ കോടതി പറയുന്നത്. ഇവിടെ രാഹുൽ മങ്കൂളത്തിന്റെ കേസിൽ കോടതിക്ക് മനസ്സിലായി ഒരു തുമ്പുമില്ല. അതുകൊണ്ടാണ് കോടതി തൽക്കാലം നിങ്ങൾ അറസ്റ്റ് ചെയ്യണ്ട, മുൻകൂർ ജാമ്യം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കോ? ഇതൊക്കെ യുവന്മാർ ഉണ്ടാക്കിയ കേസാണ് പൊന്നുപ്രേക്ഷകരെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പക്ഷെ എന്നാലും അന്വേഷണ സംഘത്തിന് തെളിവ് ശേഖരണം നടത്തണം. കാരണം ഇത് 2023 നടന്ന ഒരു കുറ്റകൃത്യമാണ്. ആണോ? നീ എന്തിന് കരയുന്നതിന്? കരയല്ലേടാ പൊന്നെ, കരയല്ലേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ബലാത്സംഗമാണ്, ക്രൂരമായ പീഡനമാണ്, ജീവൻ പോലും നഷ്ടമാകുമെന്ന് ആശങ്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. ആണോ? പിന്നെ എന്തുകൊണ്ട് ആ പെൺകുട്ടി പരാതി ആ സമയത്ത് കൊടുത്തിട്ടില്ല? അപ്പോൾ പറയും പെൺകുട്ടി പേടിച്ചിട്ടാണെന്ന്. ഒരു കാര്യം പറയുകയാണ്, പെണ്ണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ് വരുന്നില്ല, പേര് വരുന്നില്ല, ഫോട്ടോ വരുന്നില്ല, പിന്നെ എന്തിനാണ് അവള് പേടിക്കുന്നത്? ഇപ്പോൾ രാഹുൽ മങ്കൂടത്തിന്റെ ആദ്യ കേസിൽ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്ന ആ പെണ്ണിന്റെ ഫോട്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ പെണ്ണിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ വെറുതെ കെട്ടിച്ചമത്തിയതാണ് റിപ്പോർട്ടർ ചാനൽ. അതുകൊണ്ടാണ് നീയൊക്കെ കരഞ്ഞിങ്ങനെ വാർത്ത കൊടുക്കുന്നത്. ഓക്കെ, ഇവൻ പറയുന്നത് കേൾക്കാൻ ഭയങ്കര സുഖമാണ് റിപ്പോർട്ടർ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ഗർഭഛിദ്രത്തിന് വിധേയമാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, പിന്നീട് അവരെ പുറന്തള്ളുന്നു, വളരെ മോശമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരു രീതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ്. എടാ നായ, നീ കണ്ടതുപോലെയല്ലടാ പറയുന്നത്. ഇത്ര കുറെ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, നീ കണ്ടോടാ? നിന്നോട് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. പൊന്നുപ്രേക്ഷകരെ, ഒരു MLA ആണെങ്കിൽ ഒരു ദിവസം എന്തൊക്കെ പണിയുണ്ട്, എവിടേക്കൊക്കെ പോകണം, എത്ര സ്കൂളിലേക്ക് പോകണം, പിന്നെ അത് വരുന്ന പഞ്ചായത്തിലേക്ക് പോകണം, എന്തെങ്കിലും ഉദ്ഘാടനം ഉണ്ടെങ്കിൽ പോകണം. അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കാൻ പോകുന്നു എന്ന് ബുദ്ധിയുള്ള ചോറ് കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ? റിപ്പോർട്ടറെ, നീയൊക്കെ സത്യസന്ധനായിട്ട് മരിച്ചു പോകണം. മരിച്ചു പോകുമ്പോഴെങ്കിലും ഇത്തിരി കരുണയിൽ മരിക്കാൻ വേണ്ടി നീയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയുകയാണ്. ഇപ്പൊ എന്തൊക്കെ വിഷമാണ് ഈ നായ്ക്കൾ തുപ്പുന്നത് അല്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം.
ഏതായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും ഇനി ഹൈക്കോടതി ആദ്യത്തെ കേസിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഇവനോട് സ്മൃതി ഈ കേസിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഇവൻ ഈ കേസിനെ കുറിച്ച് പറയാൻ നാവ് പൊങ്ങുന്നില്ല. അതിനോട് പറയുകയാണ് ആദ്യത്തെ ഒരു കേസ് ആ പെണ്ണ് വിവാഹ വാഗ്ദാനം രാഹുൽ മാങ്കൂട്ടത്ത്, അതായത് ആ പെണ്ണ് വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുലിനെ ചതിച്ചതാണ്. വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം രാഹുലിനോട് പറഞ്ഞിട്ടില്ല. വീട്ടിലൊരു ഭർത്താവിരിക്കെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അടുപ്പമുണ്ടാക്കുകയാണ് കൊടുക്കാൻ വേണ്ടി. പാവം രാഹുലിന് കുടുങ്ങിയതിനു ശേഷമല്ലേ അറിഞ്ഞത്. അതൊന്നും ഇവറ്റകൾ പറയില്ല. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. തിങ്കളാഴ്ചയാണ് പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടത്. എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകാനുള്ള നിർദ്ദേശമുണ്ട്. അതേസമയം തന്നെ ആദ്യത്തെ കേസ് അതീവ ഗൗരവമാണ്. ആ പെൺകുട്ടി 164 കൊടുത്തതാണ്. ആദ്യത്തെ കേസ് അതീവ ഗൗരവമാണ്. ഈ കേസിനെ കുറിച്ചാണ് സ്മൃതി ചോദ്യം ചോദിച്ചത്. അപ്പൊ ഈ ചങ്ങായിക്ക് പറയാനൊന്നുമില്ല, ഇല്ലാത്തതല്ലേ. ആദ്യത്തെ കേസിലാണെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആദ്യത്തെ അതീവ ഗുരുതരം. എടാ പരമത്തെണ്ടി, അവനോടൊരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പറയുന്ന തെണ്ടിയോട്, നിനക്കൊരു നാളിങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് കൊടുക്കണം കേസ്. അപ്പം നിനക്കറിയാം, ഇല്ലാത്ത വാർത്ത കൊടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ എത്ര കരയുന്നുണ്ട്. നീയൊക്കെ പൈസക്ക് വേണ്ടി എന്തും വിഷം കാറും. നിനക്കൊക്കെ നിന്റെ ലൈഫിൽ വരുമ്പോഴേ നീ മനസ്സിലാക്കും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് വളരെ ഗൗരവമുള്ള ഒട്ടേറെ തെളിവുകളുണ്ട്. ഭീഷണിപ്പെടുത്തിയതിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. ഉണ്ടോ? തെളിവുണ്ടോ? പിന്നെ എന്താണ് തെളിവ് നിങ്ങൾ കൊണ്ടുവരാത്തത്? ഒരു തെളിവും ന്യൂസ് ചാനലിൽ വരുന്നില്ല, ഒരു തെളിവും കോടതിക്ക് എത്തുന്നില്ല. ഈ പറയുന്ന തെളിവുകളൊക്കെ കോടതിക്ക് എത്തിക്കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കില്ല. വെറുതെ, അതായത് കുടുംബ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവറ്റകൾ എന്താണ് ഞാൻ പറഞ്ഞത്, വെറുതെ വാർത്ത കൊടുക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ, ഈ വാർത്ത കാണുന്ന കുടുംബ പ്രേക്ഷകർ ഇത് സത്യമാണ് എന്ന് വിചാരിക്കും. ഇപ്പോൾ നാളെ വർഷങ്ങൾക്ക് ശേഷം, 2-3 വർഷങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്ത് നിരപരാധി എന്ന് കോടതി വിധിക്കുന്ന സമയത്ത് ആരും ആക്സെപ്റ്റ് ചെയ്യൂല. കാരണം ഇവറ്റകൾ ഇങ്ങനെയല്ലേ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നത്. ഈ പറച്ചൽ കുറെ കഴിയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുകയാണ്. എല്ലാ ദിവസവും ഇവറ്റകൾ ഇങ്ങനെ വിഷം തുപ്പുമ്പോൾ. ഓക്കെ, ബാക്കിയും കൂടി കിടന്നു നോക്കാം. കാരണം അത് ഏറെ പഴക്കമുള്ള ഒരു കുറ്റകൃത്യമല്ല. അത് ഏതാണ്ട് കഴിഞ്ഞ ഈ വർഷം തന്നെ നടന്ന കുറ്റകൃത്യമാണ്. എടാ പരമ തെണ്ടി, ഞാൻ നിന്നെ തെണ്ടിനെ വിളിക്കുകയാണ്. കുറ്റകൃത്യം എന്ന് പറയുന്നത് റോഡ് സൈഡിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണെങ്കിൽ അവളെ ക്രൂരമായി പിടിച്ച് കാറിൽ കയറ്റി പീഡിപ്പിക്കുന്നതാണ് പീഡനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുത്തനെ വെട്ടിക്കൊല്ലുന്നതാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഒരു പെണ്ണ് പരസ്പര സമ്മതത്തോടെ ബെഡ് ഷെയർ ചെയ്യുന്നതിന് കുറ്റകൃത്യം നിന്നോട് ആരാണ് പറഞ്ഞത്? ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ രേഖകൾ അടക്കം ശേഖരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ആ രേഖകളടക്കം പോലീസ് ശേഖരിച്ച് കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ്. കൈമാറിയിട്ടുണ്ടോ? അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. നല്ല കോടതി. തെളിവ് എന്ന് പറയുന്ന സാധനം ഇവന്മാരെ കയ്യിലില്ല. തെറ്റിദ്ധരിപ്പിക്കുകയാണ്, വെറുതെ പച്ചക്കളവ് പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അറിയാൻ കഴിയുന്നത് ഇനിയും ഏറെ പരാതികൾ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ തെളിവുകൾ വരാനുള്ള സാധ്യത പോലീസ് കാണുന്നുമുണ്ട്. ഇത് ശരിയാണ് നീ പറഞ്ഞത്. നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇനി 13 കാര്യം വരാനുണ്ട്, 12 കാര്യം വരാനുണ്ട്, 9 കാര്യം വരാനുണ്ട്, 16 കാര്യം വരാനുണ്ട്. നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും. അതുകൊണ്ടാണ് നീ പറഞ്ഞത്. ഓക്കെ, ഇനിയും കുറെ പേര് വരാനുണ്ട്. ബാക്കി കൂടി കിടന്നോക്കാം. മറ്റ് പീഡനത്തിനിരയായ പോലീസ് തന്നെ പല പെൺകുട്ടികളെയും ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകുകയാണെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയും തയ്യാറെടുപ്പും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത് പറഞ്ഞത്, അതായത് 2-3 പെൺകുട്ടികൾക്ക് 10 ലക്ഷം കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതായത് നിങ്ങൾ വരണം, നിങ്ങളെ പീഡിപ്പിച്ചു, രാഹുൽ പീഡിപ്പിച്ചു എന്ന് പച്ചക്കളവ് പറയണമെന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് കുടുംബമുള്ളതാണ്, 10 ലക്ഷം വേണ്ടാം. ചില പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഞങ്ങൾ വരാൻ, കുറച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചതിന് ശേഷം 10 ലക്ഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ ഓക്കെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയാണ് ഇവൻ പറഞ്ഞത്. ഓക്കെ, പച്ചക്കളവാണ്, ആരും വിശ്വസിക്കല്ലേ. 2026 ഇവറ്റകൾ, അതായത് CPM-ന്റെ ഭരണം കണ്ട് ഒരു മനുഷ്യന്മാരും ഒരു വോട്ട് പോലും അവർക്ക് കൊടുക്കൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗർഭം കൊണ്ട് വന്നിട്ട് ഭരണം പിടിക്കണം, അതിനു വേണ്ടി കളിക്കുന്ന നിറകേടാണ്. ഓരോ CPM-കാരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നാട് ഭരിക്കേണ്ടത് നല്ലത് ഭരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് തോന്നണം, സാധാരണക്കാരായ പ്രേക്ഷകർക്ക് തോന്നണം ഓക്കെ ഇക്കുറിയും CPM-ന് വോട്ടിടാം, അന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച് തിന്നാൻ പറ്റും, ഞങ്ങൾക്കിവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും CPM-ന് വോട്ടിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് വോട്ടിടണം, അല്ലാതെ ഗർഭം കൊണ്ടുവരുന്നതല്ല. നിങ്ങൾക്ക് വോട്ട് ബുദ്ധിയുള്ള അക്കലിയുള്ളവൻ ഈ വാർത്താ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരൊറ്റ ഒരാൾ നിങ്ങൾക്ക് വോട്ട് ഇടൂല. അതിനുവേണ്ടി പുതിയ ഗർഭം കൊണ്ടുവരികയാണ്. ബാക്കിയും കൂടി കിടന്നു പറഞ്ഞാൽ കൂടിപ്പോവും. അത് പലയിടങ്ങളിലായി പെൺകുട്ടികൾ ചൂഷണത്തിനിരയായിട്ടുണ്ടെന്ന ബോധ്യവും അതിൻ്റെ ചില കൃത്യമായ തെളിവുകൾ, അവരൊന്നും പരാതി നൽകാത്തതിൻ്റെ കാരണവും അവർ പറയുന്നുണ്ട്.
ഹോ കാരണം പേടിച്ചിട്ടാണ്. എല്ലാ പെൺകുട്ടികളും പേടിക്കും. എന്തിന്? ഫേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പെണ്ണ് പോയി പരാതി കൊടുത്താൽ ആദ്യം വാർത്തയിൽ ഫേസ് അല്ലേ വരുന്നത്, ആദ്യം അഡ്രസ് അല്ലേ വരുന്നത്. അതുകൊണ്ടായിട്ടാണോ പേടി? നിങ്ങൾ ആളെ പറ്റിക്കുന്ന എന്തിനാണ് റിപ്പോർട്ടറെ? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ്. എനിക്കെതിരെ ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് കൊടുത്താൽ ആ പെണ്ണിൻ്റെ ഈ അഡ്രസ്സ് പോയിട്ട് ഒരിത്തിരി എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവറ്റകൾ ഇങ്ങനെ പച്ചക്കളവ് വിളമ്പുന്നത്? ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള കടന്നാക്രമണത്തെയാണ് അവരൊക്കെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരൊന്നും പരാതി നൽകാത്തതെന്ന്. ഏത് അതിജീവിതയാണ് കടന്നാക്രമിക്കുന്നത്? ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് പബ്ലിഷ് ചെയ്തത്? എന്തിനാണ് പച്ചക്കളവ് പറയുന്നത്? രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ മനുഷ്യന് ഇന്ന് ജയിലിൽ എന്തിനാണ് അനുഭവിക്കുന്നത്? അദ്ദേഹത്തെ എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത്? അതിജീവിതയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഏത് അതിജീവിതയുടെ ഫോട്ടോയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്? ഒരെണ്ണത്തിന്റെ ഫോട്ടോ പോലും അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ട ഇല്ലാത്ത കേസിൽ ഫേക്ക് പരാതിയിലല്ലേ അദ്ദേഹത്തെ നിങ്ങൾ ശിക്ഷിക്കുന്നത്? അതുകൊണ്ട് ഒരു അതിജീവിതന്മാരുടെ ഫോട്ടോ പോലും ആരും ഇതേവരെ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പേടിക്കുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, അങ്ങനെ ഒരു പെണ്ണില്ല, അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല, വെറുതെ പറയുകയാണ് പേടിച്ചിട്ട് വരാത്തത് എന്ന്. വെറും ഫേക്ക് ആയിട്ടുള്ള വാർത്ത റിപ്പോർട്ടറെ നിങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. നേരത്തെ രണ്ടാമത് KPCC അധ്യക്ഷന് പെൺകുട്ടി പരാതി കൈമാറിയപ്പോൾ ആ പരാതിയിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആ കുട്ടികൾ കൃത്യമായി പീഡനത്തിന് ഇരയായതാണ്. കാരണം നീ കണ്ടിനോടാ? നീ കണ്ടിനോ? നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ പറയുന്നത്? അല്ല, സത്യമാണ്. ഇവൻ കണ്ട മാതിരി അല്ലേ? നമുക്ക് ഇങ്ങനെ പറയാം. അതായത് പ്രതി എന്ന് പറയുന്ന രാഹുൽ മങ്കൂടത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണ് അതായത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ആ പെണ്ണ് പീഡിക്കപ്പെട്ടിനോ ഇല്ലയോ എന്ന്. കോടതി വിധിച്ചതിന് ശേഷം ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണ് കുറ്റക്കാരന് എന്ന് പറയുന്ന രാഹുൽ മങ്കൂടത്തിൽ. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇവറ്റകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, ബാക്കി കൂടി കേട്ടോക്കാം. ആ പെൺകുട്ടിയുമായി ഞാൻ പലതവണ സംസാരിച്ചതാണ്. അവർ അനുഭവിച്ച വേദനകൾ വിവരണാതീതമാണ്. ആ കാര്യങ്ങൾ ആ പെൺകുട്ടി പോലീസിന് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകാം. നിന്നോട് സംസാരിച്ചോ? ഇവനോട് സംസാരിച്ചു എന്നാണ് ഈ കള്ളം പറയുന്നത്. ഞാനെന്ത് പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. ഓക്കെ, ബാക്കി കൂടി കേട്ടോക്കാം. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. അത് ഈ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് പോലെ അത് മറ്റൊരു തരത്തിലുള്ള ഒരു പരാതിയൊന്നുമല്ല, കബളിപ്പിക്കാനുള്ള പരാതിയൊന്നുമല്ല. എന്താണ് ആ പെൺകുട്ടി ചെയ്തത്? തെളിവുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? എനിക്കെതിരെ ഞാനിപ്പോൾ നിങ്ങൾക്കെതിരെ റിപ്പോർട്ടറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ വാർത്ത കൊടുക്കോ? അരുൺകുമാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കോ? ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കല്ലേ? അതുപോലെയാണ് ഇവിടെ. ഏത് പെണ്ണിനും എവിടെയും പോയി പറയാം എന്നെ അങ്ങനെ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമ്മൾ അന്വേഷിക്കണം. ഇവിടെ 23-കാരി എന്ന് പറയുന്ന ആ സാധനം ഇല്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കൂടി കിടന്നോക്കാം. യഥാർത്ഥ പരാതിയാണ്. അവർ ആ പരാതി KPCC അധ്യക്ഷന് മുന്നിലേക്ക് എത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി വീണ്ടും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് തിരിച്ചു കൊണ്ടുവരുമോ എന്ന ആശങ്ക കൊണ്ടാണ്. കാരണം കേട്ടാൽ ഇവരുടെ വായിൽ നിന്ന് തന്നെ വീയണം. രാഹുൽ മങ്കൂടത്തിനെ തിരിച്ച് കോൺഗ്രസിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവറ്റകൾ കളിച്ച കളിയാണ് ഈ 23-കാരി എന്ന് നമുക്ക് ഇവന്റെ വായിൽ നിന്ന് കിട്ടിയല്ലേ. റിപ്പോർട്ടർ ചാനല് വളരെ മോശം. നിങ്ങൾക്കൊക്കെ മരിക്കാനുണ്ട്. ദൈവമെന്ന് പറയുന്ന ഒരു മഹാശക്തി ഉണ്ട്, അത് ഓർത്താക്കൊള്ളാം. നിങ്ങളൊക്കെ അത്ര ഈസി ആയിട്ടും നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾ റോഡ് സൈഡിൽ വണ്ടി സ്പീഡായിട്ട് നിങ്ങൾ പോയിക്കോളൂ. ആക്സിഡന്റ് ഒന്നും ആവില്ല. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ മരിക്കില്ല. നരകിച്ചിട്ട് നിങ്ങളൊക്കെ ചാവും ഈ ദുനിയാവെന്ന്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അവർ തിരിച്ചറിയപ്പെട്ടതുകൊണ്ട് തന്നെ അവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർക്കറിയാം അവരുടെ ജീവൻ പോലും അപകടപ്പെടുമെന്ന ആശങ്കയുണ്ട് അവർക്ക്. എന്തെന്ത് കള്ളവാർത്തയുടെ തെണ്ടി നീ കൊടുക്കുന്നത്? നിനക്കൊക്കെ അറിയോ? എന്തു കള്ളവാർത്തയല്ലേ ചങ്ങായി കൊടുക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പരാതിയിൽ പറഞ്ഞത് രാഹുൽ മങ്കൂടത്തിൻ്റെ ഒരു ഫ്രണ്ട് കാറിൽ, അതായത് ആ ഫ്രണ്ടിൻ്റെ ഫെന്നി അല്ലേൻ അങ്ങനെ എന്തോ ആണ് ഫ്രണ്ടിൻ്റെ പേര്, അവനാണ് കൂടെ ഉണ്ടായത്. ആ ചങ്ങായി പറയുകയാണ് എനിക്കറിയേയില്ല, ഇതൊന്ന് തെളിയിച്ച് തരുമെന്ന് ആ ചങ്ങായി പറയുകയാണ്. ഇല്ലാത്ത കഥ റിപ്പോർട്ടർ അതിന് കൂട്ടി ഉണ്ടു എന്ന് പറയുന്ന റിപ്പോർട്ടറെ നിന്നോടൊരു കാര്യം പറയുകയാണ്. നിനക്കെതിരെ നീ മരിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണ് നിനക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം എന്തെന്ന് നീ മനസ്സിലാക്കും. ഓക്കെ, ഇത്തിരിയെങ്കിലും വാർത്ത കൊടുക്കുമ്പോൾ സത്യസന്ധമായിട്ട് കൊടുക്കൂടാ, നിനക്ക് മരണമില്ലേടാ. ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം. അവരുടെ വ്യക്തിവിവരങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് ശക്തനായി അധികാരത്തിന്റെ ആ ഫലത്തിൽ ഇത്തരം വേട്ട അയാൾ തുടരുമെന്ന ആശങ്ക കൊണ്ടാണ് ആ പെൺകുട്ടികളൊക്കെ പരാതിയുമായി പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ, അല്ലാതെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാനല്ല. അല്ല ഒരിക്കലും അല്ല. ഞങ്ങൾ വിശ്വസിച്ചു. ഓക്കെ,
ഞാൻ കൂടുതൽ പറഞ്ഞാൽ എനിക്കതൊരു കേസാവും, കേസായാലും പ്രശ്നമില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞത്ര കൺട്രോൾ ചെയ്യുകയാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇവൻ്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ ഇല്ലേ, അവൻ്റെ കർണത്തൊക്കെ 2 കൊടുക്കാനാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പൈസക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറയും അവന്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അത് ആ പെൺകുട്ടികളെ അറിയാത്തത് കൊണ്ടാണ് KPC അധ്യക്ഷൻ അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് ആ പെൺകുട്ടികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുകയാണ്, അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പെണ്ണുണ്ടോ എന്ന് സംശയമുണ്ട്, ഇവൻ അതിനെ മറ്റേതാക്കുകയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ്. എടാ, ഒരു കാര്യം പറയുകയാണ്, ഒരു പെണ്ണിനെ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ ഈ KPCC ഓഫീസിലേക്കല്ല പരാതി കൊടുക്കേണ്ടത്, പോലീസ് സ്റ്റേഷനിലേക്കാണ്. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ വെച്ചത്? പിന്നെ എന്തിനാണ് പോലീസിന് മാസം ശമ്പളം കൊടുക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. കാരണം നമ്മൾ അവരുമായി സംസാരിച്ചതാണ്. ഞാൻ ആദ്യ അഭിമുഖം, ആ പെൺകുട്ടി അഭിമുഖം തന്നെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. അവരുടെ ശബ്ദം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇവന്മാർ, അതായത് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിക്കുകയാണ് വിവാഹ വാഗ്ദാനം ചെയ്തിട്ട്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഇവന്മാരുടെ കൈ കിട്ടിയതിന് വലിയ എന്തോ ഒരു നിധി കിട്ടിയതുപോലെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വീട്ടിലൊരു ഭർത്താവ് ഇരിക്കെ എന്തിനാണ് അവൾ രാഹുലിനെ അടുപ്പമുണ്ടാക്കിയത്? ഇത് നമ്മൾ ചോദ്യം ചെയ്യണം. അതായത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആരുടെയോ ഒരാളുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രണയമൊക്കെ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് അവരുടെ കൃത്യമായ തെളിവുകൾ നമ്മുടെ കൈവശം പോലും തന്നതാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സ്മൃതി, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇനിയും പല പെൺകുട്ടികളും സമാനമായി നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, പരാതിയുമായി മുന്നോട്ട് വരാനുള്ള അവരുടെ പ്രയാസം അവർ പങ്കുവെക്കുകയാണ്. എന്തൊരു പ്രയാസമാണ്! ഒരു പെണ്ണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, പോലീസുണ്ട്, വക്കീലന്മാർ, എല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ്. എന്നിട്ടും പറയുകയാണ് പേടിയെന്ന്. തൂങ്ങിച്ചാവം. ഞാൻ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ കൊടുക്കുന്നതാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പൊന്നു പ്രേക്ഷകർ, 2026 വോട്ടിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി ഉമ്മർ പച്ചക്കളവ് പറയുന്നതാണ്. നിങ്ങൾ ആരും വിശ്വസിക്കല്ലേ എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പെൺകുട്ടികളൊക്കെ കടന്നു പോകുന്നത്. അവരുടെ ട്രോമ അത് വിവരണാതീതമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ അവർ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോൾ ഈ തരത്തിൽ അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന മാനസികമായ പ്രയാസം വളരെ വലുതാണ്. കാരണം വളരെ മുമ്പുള്ള പരാതിയാണ്, പോലീസിന് അതിൽ പരിമിതി ഉണ്ടാകുന്നത്. അതായത് ഈ മുൻകൂർ ജാമ്യം കിട്ടിയത് ഇവനാണ് കലി. ഇതായത് ഈ മുൻകൂർ ജാമ്യം കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിപ്പോർട്ടർ കരയുകയാണ്. നമുക്ക് ഗണേശ് അണ്ണന് കുറച്ച് മറുപടി കൊടുക്കാം. ഗണേശ് അണ്ണന് കുറെ അളക്കുന്നുണ്ട്. ഗണേശ് അണ്ണൻ പറയുന്നത് ആദ്യം കേട്ട് നോക്കാം. ഞങ്ങൾ ഈ നാണം കെട്ട കേസൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അതുപോലെ ഒരു ക്രൈമാണ്. ഇവിടെ നാണം കെട്ട ഒരു പിന്നെ മാനസിക രോഗിയായി മാറിയ ഒരാൾ, ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കാണുന്ന വികൃതമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ തിരഞ്ഞെടുപ്പില്ല. അതൊന്നും പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട കാര്യം LDF ഇല്ല. LDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് വികസനമാ? എവിടെ കൊണ്ടുവന്നത്? പിന്നെ എന്തിനാണ് ഗർഭം കൊണ്ടുവന്നത്? വോട്ടിനല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിക്കാനല്ലേ? വികസനം എന്ന് പറഞ്ഞല്ലേ? എന്ത് വികസനം? ഞങ്ങളൊന്നും കണ്ടില്ല. 10 വർഷമായി ഞാൻ കണ്ടില്ല. അതിൻ്റെ ഒരു തെളിവ്, എന്തെങ്കിലും ഒരു വികസനത്തിൻ്റെ ഒരു തെളിവ്? ജനങ്ങളെ പറ്റിച്ചതല്ലാതെ എന്തെങ്കിലും ഒരു വികസനം? ഗർഭം കൊണ്ടുവന്നത് വോട്ടിനൊന്നും അല്ലല്ലേ? നമ്മളെല്ലാവരും വിശ്വസിച്ച്. ബാക്കിയും കൂടി കിടന്നോക്കാം. നല്ല കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവരിലേക്ക് അത് എത്തി എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് പിടിക്കാം. അല്ലാതെ ഏത് പാവപ്പെട്ടവർക്ക് എത്തി? ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിനോ? എന്തോ ഒരു സംഭവം പാവപ്പെട്ടവർക്ക് കൊടുത്തു. എന്തെങ്കിലും കൊടുത്തോ നിങ്ങൾ? പെൻഷനാ? അന്നെങ്കിൽ ഈ കറണ്ട് ബില്ല്, ഞങ്ങൾ തരുന്ന നികുതിയുടെ ബാക്കി പൈസ ഒക്കെ എവിടെ പോയി? പറയടാ. ബാക്കിയും കൂടി കിടന്നോക്കാം. യൂസ്ലെസ് ആൾക്കാർ, വളരെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ, ജന്മനാ ക്രിമിനൽ വാസനയുള്ളവർ കാണിക്കുന്ന വൃത്തികേടുകൾ പ്രസംഗിച്ച് കിടക്കാൻ നമുക്ക് ലജ്ജയില്ലേ? വാസന മറ്റേ മുകേഷിന് ഓനെന്തിടുന്ന വാസന വരാതിരിക്കാൻ വേണ്ടി? അവൻ പാർട്ടിയിലുണ്ടല്ലോ. അവനെന്ത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവൻ മറ്റേ ഇതല്ലേ, വായിൽ വെറുപ്പിക്കല്ലേ ഗണേശ് അണ്ണ. സത്യമായിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാത്ത ഒരു പ്രതിയാണ്. അവിടെ മുകേഷ് ചെയ്ത, അവൻ ഭയങ്കര സ്മെല്ലാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാസനയാണ്. ഇവൻ ആരാണ്? ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം. നമ്മളതൊന്നും ചെയ്യില്ല. അതൊന്നും ഒരു സബ്ജക്റ്റ് അല്ല. അത് പുകഞ്ഞ കൊള്ളി പുറത്താണ്. അത് കോൺഗ്രസിനെ കൊണ്ട് കിടക്കാൻ വേണമെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് തെളിവ് വയ്ക്കും. ഇപ്പം പുറത്താക്കി എന്ന് പറയുന്ന നാട്ടുകാരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാനും മാധ്യമങ്ങളെ പറ്റിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ പുറത്താക്കിയത്. 2 ദിവസം കഴിയുമ്പോൾ മഹാനെന്ന് പറഞ്ഞെടുത്ത് 18 കാരറ്റ് 18 Pro ആണെന്ന് പറഞ്ഞെടുത്ത് മടിയിലോട്ട് വയ്ക്കാം. ആ സൈസ് സാധനങ്ങളൊക്കെ എടുത്ത് മടി വെച്ചോളും. അതൊക്കെ വെക്കുമല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പറയാനൊന്നുമില്ല. ഇപ്പം തൽക്കാലം ജനങ്ങളുടെ മുമ്പിൽ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയല്ലോ ഈ പുറത്താക്കലും. ആനോ ഗണേശ അവൻ്റെ ഒരു മോനെ ഗണേശ. ഒരു കാര്യം പറയുകയാണ്, മുകേഷിന് നിങ്ങൾ ഒരു ചെറിയ സസ്പെൻസ് എങ്കിലും കൊടുത്തോ ഗണേശ? എന്നിട്ട് നീയൊക്കെ അളക്കുന്നത് കണ്ടല്ലോ.
പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.